പാകിസ്ഥാനിക്കും അഭിനന്ദൻ മീശ. ഇന്ത്യ മീശ പിരിച്ചു തന്നെ. ഒടുവിൽ പാകിസ്ഥാനി യുവാവിന്റെ സലൂണിൽ വരെ അഭിനന്ദൻ മീശ. വിംഗ് കമാൻഡർ അഭിനന്ദൻ രാജ്യത്ത് തിരിച്ചെത്തിയതിന് പിറ്റേന്നു തന്നെ മീശ വയ്ക്കാനായ സന്തോഷത്തിലാണ് പലരും. ഏറ്റവും ഒടുവിൽ പ്രവാസി മലയാളി വ്യവസായി ജിബി എബ്രഹാം ദോഹയിൽ പാകിസ്ഥാനി യുവാവ് നടത്തുന്ന സലൂണിൽ നിന്ന് തന്നെ അഭിനന്ദൻ മീശ വച്ചത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആഘോഷത്തോടെയാണ് വാർത്തയാക്കിയത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു കഴിഞ്ഞു തരംഗമായിരിക്കുകയാണ്. പാകിസ്ഥാനിലെ റാവൽപിണ്ടി സ്വദേശി അബ്ദുൽ കരീം ഇസയാണ് ബ്യൂട്ടീഷ്യൻ. മീശ വച്ച ശേഷം സലൂണിലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അവിടെയുണ്ടായിരുന്ന അപരിചിതർ വരെ അഭിനന്ദനം കൊണ്ട് മൂടി അഭിനന്ദൻ മീശക്കാരനെ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അഭിനന്ദൻ മീശ വച്ച് നടക്കുന്നതിലൂടെ രാജ്യത്തിന്റെയും സേനയുടെയും അഭിമാനം ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും ഇതിനകം മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഭാരതീയർ അഭിനന്ദൻ മീശ സ്വന്തമാക്കിയെന്നും പ്രവാസികൾ ഓർക്കുന്നു. പ്രത്യേകിച്ചും ജിബി കേരളത്തിലെ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഖത്തറിൽ ഡിഡി ഗ്രൂപ്പ് MD ആയ ജിബി ചാലക്കുടിയിൽ കല്ലേലി സ്പാർക്കിൻ എന്ന ഹോട്ടലും നടത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ നിന്ന് തിരികെ ഇന്ത്യൻ മണ്ണിലെത്തിയ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ മീശ വളരെ പെട്ടെന്നാണ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയത്. ഇതോടെ നിരവധി ആളുകൾ ഈ മീശ അനുകരിക്കാൻ തുടങ്ങി. അഭിനന്ദൻ മോഡൽ മീശ സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ടാണ് ബംഗളൂരുവിലെ ഒരു സലൂൺ ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്നത്. അഭിനന്ദൻ മോഡൽ മീശയ്ക്ക് പുറമെ അഭിനന്ദൻ ഹെയർ സ്റ്റൈലും ഇവിടെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓഫർ പ്രഖ്യാപിച്ചതോടെ 640ഓളം പേർ അഭിനന്ദൻ സ്റ്റൈൽ മീശ ഇവിടെ നിന്നും വെച്ചു കഴിഞ്ഞുവെന്നാണ് സലൂൺ ഉടമസ്ഥൻ പറയുന്നത്. അറ്റം വളഞ്ഞും കട്ടി കുറച്ചും മധ്യഭാഗത്ത് കട്ടിയോടുകൂടിയ മീശയാണ് അഭിനന്ദന്റേത്. അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യവും രാജ്യത്തോടുള്ള സ്നേഹവും വാർത്തകളായതിന് പിന്നാലെയാണ് അഭിനന്ദൻ സ്റ്റൈൽ മീശ അനുകരിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചത്. ഈ മോഡൽ മീശ വച്ച ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പേർ പങ്കുവയ്ക്കുന്നുമുണ്ട്. സ്റ്റൈലിനേക്കാൾ ഉപരി അഭിനന്ദൻ വർത്തമാന്റെ ധീരതയുടെയും ആത്മവിശ്വാസത്തിന്റെയും ചിഹ്നം കൂടിയാണ് ഈ മീശ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.